ഹലോ, നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് സോഷ്യൽ മീഡിയ തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലൊക്കെ കാണുന്നൊരു മുഖം നമ്മുടെ ഷഹബാസിന്റെ മുഖമായിരുന്നു. ഇപ്പൊ അതിൽ കുറവായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം പുതിയ വാർത്തകൾ ഇടം പിടിക്കുകയായി. നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ പൊന്നു മോന് ഇല്ലാണ്ടാക്കിയവർക്കുള്ള വിധി പ്രഖ്യാപിച്ചിട്ടില്ല. അവർക്കുള്ള വിധി പ്രഖ്യാപിക്കുന്നതും കാത്ത് അവന്റെ ഉമ്മയും ഉപ്പയും കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ സോഷ്യൽ മീഡിയ തുറന്നാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം തുറന്നാലൊക്കെ കാണാവുന്ന ഒരു മുഖം എന്ന് പറയുന്നത് നമ്മുടെ പൊന്നു മോനും ആ ഒരു മുഖമായിരുന്നു. ഇപ്പം പുതിയ വാർത്തകളുടെ ഇടം പിടിക്കലുണ്ടായി. അത് കുറച്ച് പുറകിലോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നമ്മളൊരു കാര്യം ആലോചിക്കണം. SSLC പരീക്ഷ തീരാറായി, അവർക്കുള്ള വിധി പ്രഖ്യാപിക്കാറുമായി. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മളെ പൊന്നു മോനെ ഓർക്കണം. എല്ലാ മാതാപിതാക്കളെയും പോലെ തന്നെ തന്റെ മകനെ കുറിച്ച് അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന ഒരു മാതാപിതാക്കളും കൂടിയാണ് അവര്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷയുള്ള ഒരു മകൻ തന്നെയായിരുന്നു അവനും. അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പൈലറ്റ് ആകണമെന്നായിരുന്നു. പഠിത്തത്തിൽ ഒട്ടും തന്നെ മോശമായിരുന്നില്ല ഷഹബാസും. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിയ ആ കൊലയാളികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കാറായി. നമുക്ക് ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ നീതിക്കായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്ന് മാത്രമാണ്. അവന്റെ ഉപ്പ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു, എന്റെ മോന് പഠിക്കാൻ മിടുക്കനായിരുന്നു, അവന് പഠിച്ച് പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം എന്ന്. അതിനവൻ പഠിക്കുക തന്നെ ചെയ്തിരുന്നു. എത്രത്തോളം അവനെ കൊണ്ട് കഴിയാവുന്ന അത്രത്തോളം അവന് പഠിക്കുക ചെയ്തിരുന്നു. പക്ഷെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ആ ഒരു കൊലയാളികൾ തകർത്തെറിഞ്ഞത്. ആ ഉമ്മാന്റെ ഉപ്പാന്റെ എത്ര നല്ല പ്രതീക്ഷകളാണ് അവർ തല്ലിക്കെടുത്തിയത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും ഷഹബാസിന്റെ വീടെന്ന സ്വപ്നം ഒരു പിതാവ് ഏറ്റെടുക്കുമ്പോൾ അത് ആ പിതാവിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തന്റെ മക്കളും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ്. ആ ഒരു പിതാവ് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും തന്റെ മക്കളെയൊക്കെ കൂട്ടി പുതിയൊരു വീട്ടിലോട്ട് താമസിക്കണം എന്നൊക്കെ. അതുപോലെ തന്നെ ഷഹബാസ് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും പുതിയൊരു വീട്ടിലോട്ട് കയറണം, എന്റെ റൂം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷഹബാസിന്റെ ഉപ്പ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം ഇതാണ്, അവനക്ക് ഈ റൂം വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ. ആ ഒരു കുട്ടിയുടെ എത്ര നല്ല സ്വപ്നങ്ങളാണ് അവർ ഒറ്റ നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിയത്. പുതിയ വാർത്തകൾ വന്നോട്ടെ, പക്ഷെ നമ്മൾ ഒരിക്കലും ഷഹബാസിനെ മറക്കരുത്. കാരണം ആ കൊലയാളികൾക്കുള്ള ശിക്ഷ വിധിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ. SSLC പരീക്ഷ തീരാറായി. എന്നിരുന്നാലും കൊല ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് SSLC എക്സാം എഴുതാനുള്ള അനുമതി അവർക്ക് കിട്ടി. അവരെ വിജയത്തിന്റെ ഏറ്റവും വലിയൊരു പടിയാണ് അവർക്ക് SSLC പരീക്ഷ എഴുതാവുന്ന ഒരു അനുമതി കിട്ടിയത്. അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് അവർക്ക് SSLC പരീക്ഷ എഴുതാനുള്ള അനുമതി ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. കാരണം ഇന്ന് തന്നെ അവർ SSLC പരീക്ഷ എഴുതിയിട്ട് വേറെ ജോലികൾക്കൊന്നും പോകുന്നൊന്നുമില്ലല്ലോ. തക്കതായ ശിക്ഷ കിട്ടാവുന്ന ആ കുട്ടികൾ SSLC പരീക്ഷന്റെ സർട്ടിഫിക്കറ്റ് എവിടെയും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ജയിലിൽ കയറാവുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് മനുഷ്യാവകാശത്തിന്റെ പേരിൽ SSLC പരീക്ഷ എഴുതാനുള്ള അനുമതി കൊടുത്തു. അപ്പൊ ഇവര് തല്ലിക്കൊന്ന ആ കുട്ടിക്ക് മനുഷ്യാവകാശം ഇല്ലേ? അവന് നീതി വേണ്ടേ? ഏതായാലും അവർ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് അവർക്ക് കിട്ടി, SSLC പരീക്ഷ എഴുതാ ഉള്ളൊരു അനുമതി കിട്ടി. ഇനി രണ്ടാമത്തെ അറ്റംപ്റ്റ് എന്താന്ന് നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും അത് SSLC പരീക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ കിട്ടുമായിരിക്കും. എന്നിരുന്നാലും ആ മാതാപിതാക്കൾക്ക് ഇതൊരു ആദ്യത്തെ അനുഭവം. കാരണം കഴിഞ്ഞ നോമ്പിനും പെരുന്നാളിനും തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ മകന് ഇക്കൊല്ലം പെരുന്നാളിനും നോമ്പിനൊന്നും തന്റെ കൂടെ ഇല്ലെന്ന് ആ മാതാപിതാക്കൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അവന്റെ ഉമ്മ വേദനിക്കരുത് എന്നാണ് അവന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷെ ഇന്നും അവന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരാത്ത ദിവസം ഉണ്ടാവില്ല. അവന് ഉറപ്പായിട്ടും നീതി കിട്ടും. ആ കൊലയാളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നതിന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.